السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മൻ ദാഖ ലദ്ദത്തൽ ഖുർബി മിനല്ലാഹ് ثم انتكس فإنه يعيش في الدنيا معذبا لا راحة الجاهلين ولا لذة العارفين. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ദാഖ ലദ്ദത്തൽ ഖുർബി മിനല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സാമീപ്യത്തിൻ്റെ ലദ്ദത്ത്, അതിൻ്റെ ഒരു രസം ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി തൗഹീദ് മനസ്സിലാക്കി നമസ്കാരവും അതുപോലെ തന്നെ ദീനിൻ്റെ ചിട്ടാവട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. പിന്നീട് ആ തൗഫീഖ് അവനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഊരിയെടുത്തു. അതായത് നന്നായി ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ദീനെല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ, ഫഇന്നഹു യഈഷു ഫിദ്ദുനിയ മുഅദ്ദബൻ, അവൻ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ എന്താണ്? ശിക്ഷ ലഭിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞു, ലാ റാഹത്തൽ ജാഹിലീന വലാ ലദ്ദത്തൽ ആരിഫീൻ, അവന് ജാഹിലീങ്ങളുടെ റാഹത്തുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവില്ലാത്ത ഒരാൾ തിന്മ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ പിന്നെ ദീനിനെ സംബന്ധിച്ച് കൃത്യമായി അറിയാത്ത ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു പ്രശ്നമല്ല, അയാൾ റാഹത്തിലാണ്. അയാൾക്ക് എന്തുണ്ടാവില്ല? മാനസികമായ പ്രയാസം ഉണ്ടാവില്ല, ഞാൻ ചെയ്ത ഒരു തിന്മയാണെന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അയാൾ വളരെ റാഹത്തിലായിരിക്കും. ആ റാഹത്തും അനുഭവിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ വലാ ലദ്ദത്തൽ ആരിഫീൻ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ആ രീതിക്ക് ലഭിക്കുന്ന ലദ്ദത്ത്, ആ രീതിക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദനവും അവൻ എന്ത് ചെയ്യില്ല? ജീവിതത്തിൽ ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ, ഒരാൾ നന്നായി നല്ല രൂപത്തിൽ അയാൾ ജീവിച്ചു, എന്നിട്ട് അതിൻ്റെ ശേഷം അയാൾ വഴികേടിലായി കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്ത് തിന്മ ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ള് ഭയങ്കര പ്രയാസകരം. കാരണം ആ തിന്മയിൽ കൃത്യമായി മുഴുകാനും അവന് സാധിക്കുകയില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാനും അവന് സാധിക്കുകയില്ല. എന്നാൽ ഒരു ജാഹിലായ മനുഷ്യനാണെങ്കിലോ, ആ ജാഹിലായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അയാളുടെ തിന്മയിൽ അയാൾ ഭയങ്കര റാഹത്തിലായിരിക്കും. തിന്മ നല്ലതാണെന്നല്ല, പക്ഷേ അയാൾ ആ തിന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും? ഒരു കള്ളു കുടിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മകൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ അവൻ റാഹത്തിലൂടെ ആയിരിക്കും ചെയ്യാം. എന്നാലോ ഒരു ദീനിനെ മനസ്സിലാക്കി എന്നിട്ട് പിഴച്ചു പോയൊരുത്തൻ പിന്നീട് പലിശയുമായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകും ഇത് ചെയ്യാൻ പാടില്ല, പക്ഷേ അവനെ റാഹത്തായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഫഇന്നഹു യഈഷു ഫിദ്ദുനിയ മുഅദ്ദബൻ, അവൻ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ എന്തായിരിക്കും? ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നവനായിക്കൊണ്ടായിരിക്കുമെന്ന്. അതായത് പറഞ്ഞു, മനസ്സിന് എന്തുണ്ടാവില്ല? ഒരു റാഹത്തും ഉണ്ടാവില്ല എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഒരുപാട് ധിക്കരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അള്ളാഹു നൽകിയ യാതൊരു നിഅമത്തും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? എടുത്തു കളഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത്, ആ മനുഷ്യൻ അയാളുടെ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ നിസ്കാരത്തിൽ അയാൾക്ക് യാതൊരുവിധ ഖുശൂഉം ഇല്ല. എന്ന് പറഞ്ഞാൽ, അയാൾ ഓതുന്നത് എന്താണെന്ന് അറിയില്ല, ഇമാം ഏത് സൂറത്ത് നിന്ന് ഓതി എന്ന് ചോദിച്ചാൽ അതറിയില്ല, താൻ തന്നെ ഏത് സൂറത്ത് ഓതി എന്ന് ചോദിച്ചാൽ അതറിയില്ല, അതുപോലെ തന്നെ താൻ ചെല്ലുന്ന അദ്കാറുകളുടെ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ല. അയാളിങ്ങനെ മുസ്ലിമാണ് എന്നുള്ള നാമധാരി ആയതുകൊണ്ട് പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നു എന്നല്ലാതെ യാതൊരു ഖുശൂഉം, അള്ളാഹുവിനെ ഭയക്കുന്ന യാതൊരു സംഗതിയും അയാളുടെ നിസ്കാരത്തിൽ എന്തില്ല? അയാൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയാണ് അയാളുടെ നിസ്കാരത്തിൽ നിന്നും അയാളുടെ ഖുശൂ ഊരിയെടുത്തത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് അള്ളാഹുവിൻ്റെ
നിഅമത്തുകൾ അള്ളാഹു തന്ന നിഅമത്തുകൾ അവൻ ഊരിയെടുക്കുന്നില്ല എന്ന് കരുതി ഞാനൊക്കെ അള്ളാഹിനെ അനുസരിക്കുന്ന കൂട്ടത്തിലാണ്, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഈ തൗഹീദിന്റെ വഴിയിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.